ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡാണ് 90 കിഡ്സ് കുട്ടികൾ അവരുടെ പഴയ ജീവിതത്തെക്കുറിച്ച് തള്ളിമറിക്കുന്നത്. റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും നോക്കാതെ കിലോമീറ്ററുകൾ താണ്ടി സ്കൂളിലേക്ക് നടന്നുപോയതും പേന ഇല്ലാത്തതുകൊണ്ട് റീഫിൽ കൊണ്ട് ബുക്ക് എഴുതിയതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV കണ്ടതുമൊക്കെ വലിയ കാര്യമായി പറയാറുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണോ? അല്ലെന്നു ഞാൻ പറയും. കാരണം ഞാനും ഒരു 90 കിഡ് ആയതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. ആ കാലത്തെ പ്രശ്നങ്ങൾ വളരെ ലളിതമായിരുന്നു, കൂടുതലും ഭൗതികമായ കാര്യങ്ങളായിരുന്നു. കിലോമീറ്റർ നടന്നു സ്കൂളിൽ പോകുന്നതും പേന ഇല്ലാത്തതുകൊണ്ട് റീഫിൽ കൊണ്ട് എഴുതുന്നതും സ്കൂളിൽ നല്ലൊരു വാഷ്റൂം ഇല്ലാത്തതും ചിക്കനും മട്ടനും കൂട്ടി ഭക്ഷണം കഴിക്കണേൽ ആഘോഷങ്ങൾ വരുന്നവരെയുള്ള കാത്തിരിപ്പ്, ഇതൊക്കെ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായ സൗകര്യങ്ങളുടെ കുറവായിരുന്നു. അതുകൊണ്ട് മാത്രം ആ ജനറേഷൻ അത് അതിജീവിച്ചു. അന്ന് അത് വെറും ഒരു സാധാരണ കാര്യം മാത്രമായിരുന്നു. എന്നാൽ ഇന്നത്തെ കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ അങ്ങനെയല്ല, കുറച്ചു കൂടുതലാണെന്നേ ഞാൻ പറയും. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കാം. ഇന്നത്തെ കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ ശാരീരികമായ പരിമിതികളെക്കാൾ ഉപരി മാനസികവും സാമൂഹികവുമാണ്. അമിതമായ അക്കാദമിക് സമ്മർദ്ദവും പ്രൊഫഷണൽ കോഴ്സുകൾക്കായുള്ള എൻട്രൻസ് പരീക്ഷകളിലെ കടുത്ത മത്സരവും കൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വളർച്ച നാളെ എന്താകും ഭാവി എന്നതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠ വർദ്ധിപ്പിക്കുന്നു. മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും വലിയ പ്രതീക്ഷകൾ പലപ്പോഴും കുട്ടികളിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിന് കാരണമാകുന്നു. കൂടാതെ നിരന്തരമായ ഓൺലൈൻ സാന്നിധ്യം, വിവരങ്ങളുടെ അതിപ്രസരം, സൈബർ ബുള്ളിയിങ്, സോഷ്യൽ മീഡിയയിലെ താരതമ്യങ്ങൾ എന്നിവയെല്ലാം അവരുടെ ആത്മവിശ്വാസം തകർക്കുകയും മാനസികമായി ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. നേരിട്ടുള്ള സാമൂഹിക ഇടപഴകൽ കുറവായതിനാൽ ഒരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, ശരിയും തെറ്റും എന്താണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലും അവർക്ക് ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. ഇവയെല്ലാം നമ്മുടെ കാലത്തേക്കാൾ എത്രയോ സങ്കീർണമായ വെല്ലുവിളികളാണ്. വഴികാട്ടാൻ നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ പോലും ന്യൂ ജെൻ കിഡ്സിന്റെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ഒരു പഴയ കാലത്തിൽ നിന്ന് പുതിയ ലോകത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസിഷൻ ഘട്ടത്തിലൂടെയാണ് നമ്മുടെ ഈ തലമുറ കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ നേരിടുന്ന പുതിയ കാലത്തെ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായി മനസ്സിലാക്കാനും കൃത്യമായ മാർഗനിർദ്ദേശം നൽകാനും നമുക്ക് കഴിഞ്ഞെന്നു വരില്ല. നമ്മൾ രണ്ട് ലോകങ്ങൾക്കിടയിൽ അകപ്പെട്ട ഒരു തലമുറയാണ്. 80കളിലും 90കളിലും വളർന്ന നമ്മൾ ഒരുപാട് പരിമിതികളിൽ ജീവിച്ചതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് എല്ലാം നൽകണമെന്ന് ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം പലപ്പോഴും അവരെ അമിതമായി സംരക്ഷിക്കുന്നതിലേക്കും എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിലേക്കും നയിക്കുന്നു. നമ്മൾ ന്യൂ ജെൻ കുട്ടികളെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് നമ്മൾ തന്നെ അവർക്ക് എന്ത് മാതൃകയാണ് നൽകുന്നതെന്ന് ചിന്തിക്കണം. നമ്മുടെ തലമുറയിൽപ്പെട്ടവർ നിർമ്മിക്കുന്ന സിനിമകളിലെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുന്ന നായക കഥാപാത്രങ്ങൾ പോലും പുതിയ തലമുറയുടെ മാനസികാവസ്ഥയെയും പെരുമാറ്റത്തെയും സ്വാധീനിക്കുന്നുണ്ട്. അതിനാൽ പുതിയ തലമുറയുടെ പക്വതയില്ലായ്മയെക്കുറിച്ച് മാത്രം പരാതി പറയാതെ അവർക്ക് നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ നമുക്കുള്ള ഉത്തരവാദിത്തം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ നൽകുന്ന ഉള്ളടക്കവും നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും നല്ലതാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കടമയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. കാരണം ഈ ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തർക്കും ഉള്ളതാണ്.